കർത്താവിൻ്റെ മേശ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സദ്യയാണ്. അതിലെ വിഭവങ്ങൾ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. അതൊരുക്കിയതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് വളരെ സ്നേഹത്തോടെ നമ്മെ ക്ഷണിക്കുന്നു. മക്കളെ, വരുവിൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മ ആചരിക്കാം. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നത് എത്ര വലിയ ഭാഗ്യവും എത്ര വലിയ പദവിയുമാണ്. എന്നാൽ പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എന്തുകൊണ്ടാണ് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാത്തത്? മർത്തോമാ സഭയിൽ വിശുദ്ധ മേശ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് അതിൽ സംബന്ധിക്കുന്നവർക്ക് വേണ്ടിയാണ്, കാഴ്ചക്കാർക്ക് വേണ്ടി അല്ല. ഇപ്പോൾ കുമ്പസാരത്തിനായി ക്ഷണിക്കുമ്പോൾ വിശുദ്ധ കുർബാന കൊള്ളുവാൻ ആരുമില്ലെങ്കിൽ കുർബാന ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെ സംഭവിക്കാറില്ല. ആരെങ്കിലും ഒരാളെങ്കിലും കുർബാന കൊള്ളാനുണ്ടാകും. അതിൻ്റെ അർത്ഥം ഈ ശുശ്രൂഷ അണയ്ക്കുന്നത് കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, കുർബാന കാണാൻ വേണ്ടി വരുന്നവർക്കല്ല, വിശുദ്ധ മേശയിൽ സംബന്ധിക്കാനായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ വിധത്തിൽ പറഞ്ഞാൽ കുർബാന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രായമായ എല്ലാവരും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. എന്നാൽ പല കാരണങ്ങളാൽ നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കും. കാരണം എന്താണ് കുർബാന, ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. ഇത് കർത്താവിൻ്റെ മേശയാണ്. കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവാണ് നമ്മെ ക്ഷണിക്കുന്നത്. ഇതിൽ വലിയ ഭാഗ്യവും ഇതിൽ വലിയ പദവിയും എന്താണ്? കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവ് എന്നെ ക്ഷണിക്കുന്നു. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത്. പല കാരണങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില പള്ളികളിൽ ചിലരൊക്കെ ആരാണ് കുർബാന ചൊല്ലുന്നത് നോക്കി കുർബാന കൊള്ളുകയോ കൊള്ളാതിരിക്കുകയോ ചെയ്യും. ചിലപ്പോൾ ചില പള്ളിയിൽ അച്ഛന്മാരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകും. അപ്പോൾ ഉടനെ വലിയ പ്രഖ്യാപനമാണ്, ഈ അച്ഛൻ ട്രാൻസ്ഫർ ആകാതെ ഞാൻ കുർബാന കൊള്ളത്തില്ല, അങ്ങേരുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തും. എന്തൊരു ബാലിശമായ ചിന്തയാണ്. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ മേശയിൽ വിളമ്പുകാരാണ്. അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ്. എല്ലാവരെയും വിളമ്പുന്നതിനായിട്ട് അനുവദിക്കാറില്ല. ആര് കുർബാന ചൊല്ലുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. അച്ഛൻ ചൊല്ലിയാലും മെത്രാൻ ചൊല്ലിയാലും ആര് ചൊല്ലിയാലും ഇത് അപ്രസക്തമാണ്. ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരാ വിളമ്പുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. ആര് വിളമ്പിയാലെന്താ? ആര് ക്ഷണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പോണോ പോണ്ടേന്ന് തീരുമാനിക്കുക. കർത്താവിൻ്റെ മേശയിലേക്ക് കർത്താവാണ് നമ്മെ ക്ഷണിക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ അച്ഛൻ പോയാലേ ഞാൻ കുർബാന അച്ഛനോട്ട് ട്രാൻസ്ഫർ ആകുന്നുമില്ല, കുർബാന കൊള്ളാൻ മുട്ടി നിൽക്കുകയും അതിൻ്റെ ഏതോ പള്ളിയിൽ പോയി കുർബാന ചൊല്ലും. വല്ല ഗുണമുണ്ട്? അച്ഛനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തീർത്തോണോ അല്ലേ? അപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചതാണ്, ആര് കുർബാന ചൊല്ലുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം. അത് കർത്താവാണ് നമ്മെ ക്ഷണിക്കുന്നത്, കർത്താവിൻ്റെ മേശയിലേക്ക്. രണ്ടാമത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുങ്ങിയിട്ടല്ല വന്നേ, പിന്നെ എങ്ങനെ കുർബാന കൊള്ളും? അത് വളരെ ശരിയാണ്. തിരുവചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ഒരുക്കത്തോടെ വേണം തിരുമേശയിൽ സംബന്ധിക്കാൻ, അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി ഭവിക്കും. ഒരുക്കത്തോടെ അല്ലാതെ ഒരാൾക്കും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ അവകാശമില്ല. എന്താണ് ഒരുക്കം? അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നും സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാൻ ഒരുക്കം ഒന്നു മാത്രമാണ്. നമ്മുടെ പാപങ്ങളെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാനുള്ള ഒരുക്കം. അത് മാത്രമാണ്
കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കം. മറ്റെല്ലാം അപ്രസക്തമായ കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ അപ്രസക്തമായ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായി കണക്കാക്കി അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരാണ് പലപ്പോഴും. എന്നാൽ എൻ്റെ എപ്പോഴും ഉള്ള സംശയം, എന്തേ ഒരുങ്ങാഞ്ഞ്? കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കർത്താവ് നമ്മളോട് ക്ഷണിച്ചിട്ടാവട്ടെ, മക്കളെ അടുത്ത ആഴ്ച എൻ്റെ സദ്യ ഉണ്ട് വരണം അല്ലേ? എന്തേ ഒരുങ്ങാഞ്ഞ്? അല്ലേ, എന്തേ ഒരുങ്ങാഞ്ഞ്? അതിന് കൃത്യമായൊരു മറുപടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വല്ലപ്പോഴും ഒക്കെ പോയി കുർബാനയുള്ളൂ. കാരണം ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ വാച്ച് നൈറ്റ് സർവീസിനോ ഒക്കെ. അല്ലാണ്ട് എല്ലാ ആഴ്ചയും പോയി കുർബാന കൊള്ളാൻ പറ്റും? കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാനുള്ള താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ അർത്ഥം കർത്താവിനോടുള്ള ബന്ധത്തിൽ എവിടെയോ കാര്യമായ കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ കവിഞ്ഞൊരു തെളിവില്ല. ചില ആളുകൾ ഇവിടെ കുർബാന നടക്കുമ്പോൾ വീട്ടിലിരിക്കും, വെറുതെ ഇരിക്കും. ഒരു കാരണമല്ല, അസുഖമാണ്, നടക്കാൻ വയ്യാത്ത കാരണം കൊണ്ടാണ്, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും കാരണം മതി, ഉഴപ്പി വീട്ടിലിരിക്കും. അതെങ്ങനെ ഇരിക്കാൻ പറ്റും? ഇവിടെ കർത്താവിൻ്റെ മേശ ശുശ്രൂഷയിലേക്ക് തമ്പുരാൻ നമ്മെ ക്ഷണിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്കതിനെ ഉഴപ്പാൻ പറ്റുമോ? കർത്താവിനോടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ ഏത് കാരണത്താലെങ്കിലും ഇവിടെ ഓടി എത്തണം. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റും. എന്തേ ഒരുങ്ങാഞ്ഞ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മൾ ഡൽഹിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു വന്നിരിക്കട്ടെ, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചു വന്നിരിക്കും. ആ ഇൻവിറ്റേഷൻ കൈ കിട്ടി നിങ്ങൾ എന്നാ ചെയ്യും? BJP-കാരൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാം പോവും അല്ലേ? ഈ ഇൻവിറ്റേഷൻ കൈ കിട്ടിയാലോ ആ നിമിഷം മുതൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഫോൺ വിളിച്ചാൽ കിട്ടും. ലോകത്തുള്ള സകലമാന മനുഷ്യരോട് വിളിച്ചു പറയുന്നത്, എന്നെ പ്രൈം മിനിസ്റ്റർ ഡൽഹിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചിരിക്കുന്നു അല്ലേ? എന്താ കാര്യം? അത് വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതുകൊണ്ട് അതെല്ലാം ഇതിനു വേണ്ടി ഒരുക്കുന്നത്. ഉടനെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യും. ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യും. ഫ്ലൈറ്റിൽ എക്കോണമി കിട്ടിയില്ലെങ്കിൽ ബിസിനസ്സിൽ ബുക്ക് ചെയ്യും. എങ്ങനെയെങ്കിലും അലമാരി നിറച്ച് ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും പുതിയത് പോയി വാങ്ങിക്കും. സ്ത്രീകളാണെങ്കിൽ അങ്ങ് മഹാലക്ഷ്മി പോയി പുതിയ സാരി വാങ്ങിക്കും. എന്നിട്ട് ഒരാഴ്ച മുമ്പ് ഡൽഹിയിൽ പോയി താമസം തുടങ്ങും അല്ലേ? 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചിരുന്നെങ്കിൽ 7 മണിക്ക് പ്രൈം മിനിസ്റ്ററുടെ ഗേറ്റിലെത്തും. എന്നിട്ടിങ്ങനെ വാച്ച് നോക്കുക, സമയം പോകുന്നില്ല, അയ്യോ പോകുന്നില്ല. ഒരു പ്രൈം മിനിസ്റ്റർ വിളിച്ചപ്പോൾ ഇത്രയും ഒരുക്കമുണ്ടെങ്കിൽ സകലത്തെ സൃഷ്ടിച്ച കർത്താവ്, സകലത്തെ വീണ്ടെടുത്തവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവനായി തമ്പുരാൻ നമ്മെ ക്ഷണിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒരുങ്ങിയിരുന്നു പറയണം? ഒരു പ്രൈം മിനിസ്റ്റർക്കുള്ള സ്ഥാനം പോലും നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന് ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലാതെ വേറെ എന്തായാലും മറുപടി അല്ലേ? സകലത്തെ സൃഷ്ടിച്ചവൻ ക്ഷണിക്കുന്നു. എങ്ങനെ നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കും? ഇനി മൂന്നാമതായിട്ട് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിതിന് യോഗ്യനല്ല, ഞാൻ പാപിയാണ്. അത് വളരെ ശരിയാണ്. എനിക്കോ നിങ്ങൾക്കോ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള യോഗ്യതയുണ്ടോ? തിരുമുഖത്തേക്ക് നോക്കാൻ വല്ല യോഗ്യതയുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അല്ലേ? നമുക്കെന്ത് യോഗ്യത? നമ്മുടെ ആർക്കെങ്കിലും ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളെപ്പോലെ അയോഗ്യൻ ലോകത്തിലായിരുന്നു. നമ്മുടെ അയോഗ്യത തമ്പുരാൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന സമയമാണ് കുമ്പസാരം. കുമ്പസാര സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? എൻ്റെ തമ്പുരാനെ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പിഴച്ചുപോയി. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉയരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പച്ച. പലപ്പോഴും വീണുപോയിട്ടുണ്ട് കർത്താവേ. തമ്പുരാനെ, അടിയനോട് മനസ്സലിവുണ്ടാകണമേ. കുറിയലായിസോൻ 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 നമ്മൾ പറയുന്നു. ആ പാപിനിയായ സ്ത്രീയെ നീ കൈക്കൊണ്ടില്ലേ കർത്താവേ? നീ ആ കള്ളനെ കൈക്കൊണ്ടില്ലേ കർത്താവേ? ചുങ്കക്കാരനെ കൈക്കൊണ്ടില്ലേ കർത്താവേ? അതിനേക്കാൾ എനിക്കെന്താണ് യോഗ്യത? എങ്കിലും തമ്പുരാനെ, നിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് ഞാൻ അടുത്തു വരുന്നു. എന്നോട് മനസ്സലിയുണ്ടാകണമേ. കുറിയലായിസോൻ
കുറിയലായിസോൻ കുറിയലായിസ്, ഇതല്ലേ കുമ്പസാരം? പലപ്പോഴും നമ്മൾ ഈ കുമ്പസാരം വളരെ ലാഘവമായിട്ടാണ് എടുക്കാറ്. കാരണം ഈ കുമ്പസാര പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കാണാതെ അറിയാം, കുർബാന കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ എല്ലാ ആഴ്ചയും കേൾക്കുന്നതല്ലേ. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് കുമ്പസാര പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോഴത്തേക്കും തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു തീർക്കും. ആ സമയത്താണ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അവിടെ പുതിയ കാർ വന്നിട്ടുണ്ടോ, തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ കയ്യിൽ പുതിയ വാച്ചാണോ, അവിടെ പുതിയ സാരിയാണോ അവിടുത്തെ ഇതൊക്കെ നോക്കുന്ന അപ്പോഴാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതിങ്ങനെ നടക്കും. ഏത് കുമ്പസാര പ്രാർത്ഥന? ഇറ്റ്സ് നോട്ട് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്സ് അല്ലേ. നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കും, കുർബാന കൊള്ളാൻ നേരത്തെ കരയും. അതിൻ്റെ ഓർഡർ നേരെ തിരിച്ചാണ്. ഏതാ? കുമ്പസാരിക്കുമ്പോൾ കരയാതിരിക്കാനൊക്കില്ല. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഇങ്ങനെ കുമ്പസാരിക്കണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം, കൈകൾ കൂപ്പണം. എന്നിട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ കുരിശിനെ മനസ്സിൽ കാണണം. ആ കുരിശിൽ കർത്താവ് കിടക്കുന്നതും കർത്താവ് ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നതും അന്ത്യശ്വാസം വലിക്കുന്നതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കുമ്പസാരിച്ച കണ്ണ് നിറയാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടാവും? ഉണ്ടാകത്തില്ല. അത് കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൻ്റെ ഒരു വാഗ്ദാനത്തെ ഓർമ്മിപ്പിക്കും. എന്താണത്? സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പരമാരുണ്യവാനായ തമ്പുരാൻ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് അല്ലേ. എൻ്റെ സകല പാപവും എൻ്റെ തമ്പുരാനോട് ക്ഷമിച്ചിട്ട് ഒരു പാപവും ചെയ്യാത്തവനെ പോലെ എന്നെ ഇങ്ങനെ മാർബോട് ചേർത്തണച്ചിരിക്കുന്നു. ഇതിൽ വലിയൊരു സന്തോഷം എന്താ ഉള്ളത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുർബാന കൊള്ളാൻ നേരത്ത് കുമ്പസാരിക്കുമ്പോൾ കരഞ്ഞോണം. കുർബാന കൊള്ളാൻ നേരത്ത് നമ്മുടെ മുഖം കിടന്നിങ്ങനെ തിളങ്ങണം. എന്തിൻ്റെ തിളക്കമാണ്? എൻ്റെ സകല പാവവും എൻ്റെ തമ്പുരാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷം. അത് മുഖത്ത് കാണണം അല്ലേ. അതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്നൊന്നുമല്ല ശരി, അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സന്തോഷമാണ്. എൻ്റെ സകല പാവവും ക്ഷമിച്ചിട്ട് എന്നെ ഇങ്ങനെ മാറോട് എന്നെ ചേർത്തണച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം. ആ ഉറപ്പോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മൾ കുർബാന കൊള്ളാൻ ഇവിടെ മുട്ടുകുത്തുന്നത്. ആദ്യ കുർബാനയ്ക്ക് യോഹന്നാൻ കുർബാന കൊണ്ടതുപോലെ കൊള്ളണം. യോഹന്നാൻ എങ്ങനെയാണ് കൊണ്ടത്? കർത്താവിൻ്റെ മാർവിൽ ചാരി, അങ്ങനെയല്ലേ വയസ്സം വഹിക്കുന്നത്. അങ്ങനെ വേണം കുർബാന കൊള്ളാൻ. അപ്പോൾ നമ്മളിവിടെ കുർബാന കൊള്ളാൻ വരുമ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ മാർവിൽ ചാരി, ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് അറിഞ്ഞ് മാർവിൻ്റെ ചൂടനുഭവിച്ച് വിശുദ്ധ കുർബാന കൊള്ളണം. ഒറ്റ പ്രാവശ്യം അങ്ങനെ കുർബാന ഉണ്ടാകും ജീവിതത്തിൽ ഒരിക്കലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാനേ പറ്റില്ല. കാരണം ഇത് അത്ര അതുല്യമായ ഒരു അനുഭവമാണ്. ഇതിന് തുല്യമായൊരു ഉപവാസ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പില്ല, ഒന്നുമില്ല. കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ കർത്താവിൻ്റെ മാർവിൽ ചാരി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യവും എന്തൊരു അനുഭവവും. ആ വലിയ അനുഭവത്തിലേക്കാണ് കർത്താവ് ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നത്. മക്കളെ, വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മയായി